എല്ലാവരുടെയും വിഷു ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഞങ്ങളും കുഴപ്പമൊന്നുമില്ലാതെ ആഘോഷിച്ചു. വിഷുവിന് വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു 4 മണി തൊട്ട് ഭയങ്കര മഴ. അപ്പം മനസ്സിലൊരാശ്വാസം ഉണ്ടായിരുന്നു, ചെടിയൊന്നും നനയ്ക്കേണ്ടല്ലോ എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാറ്റൊക്കെ എങ്ങാനും വിഷു ആണെങ്കിൽ ഈ വള്ളിപ്പടർപ്പുകളെല്ലാം മറിഞ്ഞ് താഴെ പോലോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, കാറ്റൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, നല്ല മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നെൽക്കതിരൊക്കെ ഇങ്ങനെ വിളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഈ കാണുന്ന മൾബറിയിലോട്ടൊക്കെ നമ്മൾ ഈ പയറും പടവലവും ഒക്കെ കയറ്റി വിട്ടേക്കുവാണ്. അതേ 2 പയറുണ്ടായിട്ടുണ്ട്, പിന്നെ വേറെ പൂവും കുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 1-2 എണ്ണമൊക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നിനും ആകില്ല. എന്നാലും നമ്മൾ നട്ട് നനച്ച് വളർത്തുന്നതിൽ ഇങ്ങനെ ഒരു കായെങ്കിലുമൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്കിതൊക്കെ കാണുന്നതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നതും ഒക്കെ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അത് മനസ്സിലാകുമായിരിക്കും. ഭയങ്കര ഫ്രഷ് ആകും നമ്മുടെ മൈൻഡിൽ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരിത്. ഈ പ്രാണീനെ ഞാൻ കാണുന്നതിനെല്ലാം അടിച്ച് കൊല്ലുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. പടവലത്തിൻ്റെ എല്ലാം മുഴുവനും തിന്നുവാണിരുന്ന്. കക്ഷി നോക്കുമ്പോൾ നല്ല പച്ചപ്പല്ലേ, ഇരുന്ന് മുഴുവൻ സാപ്പിടുക. ഉള്ളിച്ചെടിയൊക്കെ ആണെങ്കിലും എല്ലാത്തിലും തന്നെ വളർന്നിട്ടുണ്ട്. ഇത് ഒരു 2 മാസം, നമുക്ക് മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ പറിച്ച് നോക്കാൻ വല്ലതും ഉണ്ടാകുമെന്ന്. ബൊഗെയിൻവില്ലയിലൊക്കെ പോകുന്നെന്നും പറഞ്ഞ് ഞാൻ കാണിച്ചെന്നല്ലോ, അതൊക്കെ പൂവായിട്ടുണ്ട്. കാനവാഴയിൽ ഒരു പൂവിൻ്റെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ വാഴച്ചെടി നമുക്ക് വെട്ടിക്കളയണം. പുതിയ തൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്താണേലും കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ, നമ്മൾ ബോർഡറായിട്ട് വേറെ കുറച്ച് ചെടിയും ഒക്കെ പിന്നെ ലക്കി ബാമ്പു ഒക്കെ വെച്ച് കൊടുത്തത് കാണിച്ചായിരുന്നല്ലോ. അതൊക്കെ സെറ്റായിട്ടുണ്ട്. മഴയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ റോസച്ചെടിയിൽ മുട്ടിട്ടിട്ടുണ്ടായിരുന്നു, അത് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മഞ്ഞയിലാണ് കൂടുതലും മുട്ടിട്ടിരിക്കുന്നത്, റെഡിൽ ഒരു മുട്ടയേ ഉള്ളൂ, അത് വിരിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ കുറച്ച് ഇതുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലല്ലേ, അതുകൊണ്ട്. കടലച്ചെടി നമ്മൾ ഒരെണ്ണം പറിച്ച് നോക്കിയപ്പോൾ കടല കണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പൂവ് കഴിഞ്ഞിട്ട് അവിടുന്ന് ആ സൂചി പോലുള്ള ഭാഗത്തും കടലയാകും. അപ്പം നമ്മൾ മണ്ണിട്ട് കൊടുക്കണം എന്നൊക്കെ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേയൊക്കെ ചെയ്തിട്ടും ഉണ്ടായിരുന്നേ. പക്ഷെ നമ്മളത് മാറ്റി നോക്കിയിട്ടൊന്നുമില്ല കടലയായോന്നൊന്നും. ഈ പ്രാണിയും ഭയങ്കര ശല്യമാണ്, കടലച്ചെടിയുടെ ഇല മുഴുവൻ തിന്ന് തീർക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനതിലേക്ക് ഒരു സൂചി പോലുള്ളൊരു ഭാഗം നമ്മൾ മണ്ണിട്ട് മൂടാതെ തന്നെ തനിയെ അത് മണ്ണിനടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഞാനൊന്ന് മണ്ണ് മാറ്റി നോക്കുമായിരുന്നേ, അതിൻ്റെ ചോട്ടിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെയൊന്ന് ഇങ്ങനെ മണ്ണ് മാറ്റി നോക്കിയതാണ്. മണ്ണിങ്ങനെ മാറ്റി നോക്കി വന്നപ്പം തടിച്ചൊരു ഭാഗത്തേൽ കൈ കൊണ്ടു കേട്ടോ. അപ്പോഴത്തേന് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി, കാരണം കടലയാണ്, തോടോടുകൂടിയാണല്ലോ ഉണ്ടാകുന്നത്. അതിൽ കൂടുതലുണ്ടോയെന്നൊന്നും പിന്നെ നോക്കിയില്ല, പെട്ടെന്ന് തന്നെ അത് മണ്ണൊക്കെ ഇട്ട് മൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.